പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ആരോപണങ്ങൾ പൊളിച്ചടുക്കി ബി.ജെ.പി. 2020 കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമത്തിനെതിരെ പ്രതിഷേധിച്ചതിന് അന്തരിച്ച മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു രാഹുലിന്റെ പരാമർശം. 2019 മരിച്ച അരുൺ ജെയ്റ്റ്ലി എങ്ങനെയാണ് 2020 ഭീഷണിപ്പെടുത്തുന്നത് എന്നാണ് ബി.ജെ.പിയുടെ ചോദ്യം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് നൽകും. നന്ദൻ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ആദ്യം പ്രതികരണത്തിലേക്ക് പോകാം, അതിനുശേഷം. I remember when I was fighting the farm laws, and he's not here anymore, so really I shouldn't say it, but I will. And Arun Jaitley ji was sent to me to threaten me. And he said, you know, if you carry on down this path, opposing the government, fighting us on the farm laws, we will have to act against it. I looked at him and said, I don't think you know who you're talking to. I don't think you have an idea who you're talking to. Because we are Congress people. We're not cowards. We're not going to bend. The British couldn't bend us. A superpower couldn't bend us. Who the hell are you? എസ് നന്ദഗോപൻ നൽകും ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ. നന്ദൻ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് പക്വതയില്ല എന്ന് നമ്മൾ വളരെ മുൻപ് തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇത്തരം പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുന്ന ഒരു നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോഴിരിക്കുന്ന പദവി എന്ന് പറയുന്നത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്. ലോക്സഭയുടെ 12ാമത്തെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ചുമതലയേൽക്കുന്ന ഘട്ടത്തിൽ പലരും കരുതി അദ്ദേഹത്തിന് ഇനിയെങ്കിലും കുറച്ച് മെച്യൂരിറ്റിയും പക്വതയും ഒക്കെ വരുമെന്ന്. പക്ഷേ എന്തുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ രാഹുൽ തുടരുന്നു? നന്ദൻ. ഗൗതം, യഥാർത്ഥത്തിൽ രാഹുലിൻ്റെ പ്രസ്താവന രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ചിരി പടർത്തുകയാണ് ഉണ്ടായത്. 2019 ഓഗസ്റ്റ് 23 അരുൺ ജെയ്റ്റ്ലി, ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി മരിക്കുന്നു. 24-ാം തീയതി അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. അതിനുശേഷം 2020 സെപ്റ്റംബറിലാണ് ഈ കാർഷിക നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കുന്നത്. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്ത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. രാഹുൽ ഗാന്ധി ഇന്നലെ ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഒരു ലീഗൽ സെൽ ഇവിടെ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് ഒരു കോൺക്ലേവ് നടത്തി. ആ കോൺക്ലേവിൽ ബി.ജെ.പിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്ന കൂട്ടത്തിലാണ് രാഹുൽ, പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു പരാമർശം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പരാമർശം ഏറെ ചിരി പടർത്തും. അതായത് ഈ 2019 മരണപ്പെട്ട അരുൺ ജെയ്റ്റ്ലി 2020 ഈ കാർഷിക നിയമത്തെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ കോൺഗ്രസ് പങ്കെടുത്തു. ആ കോൺഗ്രസിനോട് പിന്മാറാൻ ആവശ്യപ്പെട്ടു. തന്നെ വിളിപ്പിച്ച ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ രാഹുൽ ആവശ്യപ്പെട്ടു. എന്നാൽ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് എന്ന് താൻ മറുപടി പറഞ്ഞു എന്നുമാണ് രാഹുൽ ഇന്നലെ ഈ കോൺക്ലേവിൽ അവിടെ സംസാരിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ റോഹൻ ജെയ്റ്റ്ലി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമാക്കുന്നത് തൻ്റെ അച്ഛൻ അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തുന്ന വ്യക്തി ആയിരുന്നില്ല, മറിച്ച് എല്ലാ ജനാധിപത്യ ബോധത്തോടു കൂടിയും പെരുമാറുന്ന വ്യക്തിയായിരുന്നു. മാത്രമല്ല, രാഹുൽ ഇങ്ങനെ മരിച്ചവരോട് സംസാരിക്കുന്നെങ്കിൽ രാഹുൽ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള ഒരു പരിഹാസവും ഈ റോഹൻ ജെയ്റ്റ്ലിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. മാത്രമല്ല, മനോഹർ പരീക്കറെ പറ്റിയും സമാനമായ രീതിയിലുള്ള ആക്ഷേപം രാഹുലിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു എന്ന് ഈ റോഹൻ ജെയ്റ്റ്ലി എക്സിൽ കുറിച്ചിട്ടുണ്ട്. ബി.ജെ.പിയും ഈ രാഹുലിൻ്റെ ഈ ഒരു അവസ്ഥയെ ഓർത്ത് രാഹുലിൻ്റെ ചിത്തഭ്രമം എന്നുള്ളൊരു പ്രതികരണമാണ് ബി.ജെ.പിയുടെ നേതാക്കൾ നടത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഈ പക്വതയില്ലായ്മ അല്ലെങ്കിൽ ഇത്തരം കള്ളത്തരം, അതായത് നുണയുടെ ബോംബുകളാണ് രാഹുൽ പൊട്ടിച്ചത് എന്നുള്ളതാണ് പ്രധാനമായി ബി.ജെ.പി ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുൽ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ നിരവധി ബോംബുകൾ പൊട്ടിക്കാനുണ്ട് എന്ന് നേരത്തെ തന്നെ രാഹുൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ബി.ജെ.പി പറയുന്നത് അത് നുണ ബോംബുകളാണ്. അതിലൊരു നുണ ബോംബാണ് ഇപ്പോൾ രാഹുൽ പൊട്ടിച്ചത് എന്നുള്ളതാണ്. ഏതായാലും രാഹുലിന്റെ ഈ ഒരു പ്രസ്താവന അത് വിവിധ കോടതികൾ രാഹുലിനോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ പക്വതയില്ലാത്ത പ്രസ്താവനകൾ നടത്തരുതെന്ന്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ 2019 മരണപ്പെട്ട നമ്മുടെ മുൻ ധനമന്ത്രിയായ അരുൺ ജെയ്റ്റ്ലി 2020 തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് നമ്മുടെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആളുകളുടെ മുന്നിൽ നിന്നും പ്രസംഗിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.